നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മെഴ്സറസ് ബെൻസ് ഇ ക്ലാസ് അല്ലെങ്കിൽ W211 ഹെഡ്ലൈറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു മോണോബീം പ്രൊജക്ടറും ഹൈ ബീമിൽ ഒരു ഹാലജൻ ബൾബുമാണ്. അപ്പോൾ ഇതിന് രണ്ടിനെയാണ് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ വെളിച്ചം വളരെ മോശമാണ്. അപ്പോൾ അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിൻ്റെ മോണോബീം പ്രൊജക്ടർ മാറ്റി ഒരു BiLED ലേസർ പ്രൊജക്ടർ അപ്ഗ്രേഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈ ബീമിലൊരു LED ബൾബും. അപ്പോൾ ഹെഡ്ലൈറ്റിന് കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഏജിങ്ങിൽ വന്നേക്കുന്ന ക്രാക്കുകൾ കുറച്ചധികം ഈ ഗ്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ്സും ഒന്ന് റീപ്ലേസ് ചെയ്തു. എൻറ്റയർലി ഒരു പുതിയ ബ്രാൻഡ് ന്യൂ ഹെഡ്ലൈറ്റിൻ്റെ ഫിനിഷിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർക്ക് നേരിട്ടൊന്ന് കാണാം, എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ചസ് വന്നതെന്നുള്ളതൊക്കെ നേരിട്ട് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെൻസ് ഇ ക്ലാസിൻ്റെ ഹെഡ്ലൈറ്റാണ്. അതായത് W211 ഹെഡ്ലൈറ്റുകളാണ്. ഇത് വരുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് അത്യാവശ്യം ക്രാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ സ്റ്റോക്ക് വരുന്നൊരു ഹാലജൻ ബൾബുകളാണ്. ലോ ബീമും ഹൈ ബീമും വരുന്ന ഹാലജൻ ബൾബുകളാണ്. ലോ ബീമിൽ വരുന്നൊരു ബോണോബീം പ്രൊജക്ടറും ഹൈ ബീമിൽ വരുന്നൊരു റിഫ്ലക്ടർ ഹാലജൻ ബൾബ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നോർമൽ വരുന്നൊരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഇൻസൈഡ് ഇതിന് മുന്നേ ഒരു വർക്കിൽ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ബ്ലാക്ക് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഗ്ലാസ് മാറി. ആ ഗ്ലാസ് കംപ്ലീറ്റ് ക്രാക്കായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്ലാസ് നമ്മൾ നല്ലൊരു ഗ്ലാസ് ഓർഡർ ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്തു. അതുപോലെ ഇൻസൈഡിൽ വരുന്ന ലോ ബീം പ്രൊജക്ടർ അല്ലെങ്കിൽ മോണോബീം പ്രൊജക്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് FE റിട്രോഫിറ്റിൻ്റെ Sky5 BiLED ലേസർ പ്രൊജക്ടറാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ലോ ബീമിൽ. ഈ പ്രൊജക്ടറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈ ബീമും വരുന്നുണ്ട്. ലോയും ഹൈയും സെപ്പറേറ്റ് വരുന്ന ഒരു അല്ലെങ്കിൽ ബിൽറ്റിൻ വരുന്ന ഒരു പ്രൊജക്ടറാണ് ഈ FE റിട്രോഫിറ്റിൻ്റെ Sky5 ലേസർ BiLED പ്രൊജക്ടർ. അതുപോലെ തന്നെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് LED ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ബാലസ്റ്റ് അങ്ങനെയുള്ള വയർ കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് കപ്ലർ ടു കപ്ലർ കണക്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈ ബീമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹാലജൻ ബൾബിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു 55 വാട്ടിൻ്റെ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള LED ബൾബാണ് ഹൈ ബീമിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹെഡ്ലൈറ്റിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നല്ല ബ്രാൻഡ് ന്യൂ ഫിനിഷിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇൻസൈഡിലുള്ള ആ സ്മോക്കിംഗ് കൊണ്ട് തന്നെ നല്ല ആ ഒരു എലഗൻ ലുക്കും അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലോ ബീമിൽ കിട്ടുന്ന ഒരു പെർഫോമൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഷാർപ്പ് ലൈൻ കട്ട് ഓഫ് രണ്ടും കറക്റ്റായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈ ബീം ആണ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു ഫ്ലിക്കറിങ് കാണുന്നത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് വിഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ് കുറച്ചിട്ടിരിക്കുന്നുണ്ട് വന്നിരിക്കുന്നതാണ്. അതുപോലെ ഈ വാഹനം പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം ഓടി വരുമ്പോൾ കണ്ണിലേക്ക് ഗ്ലെയറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഈ വാഹനം നമ്മൾ റോഡിൽ ഓടിച്ച് നോക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഈ രീതിയിലാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു കവറേജ്, രണ്ട് സൈഡിലേക്കും നല്ല രീതിയിലുള്ളൊരു കവറേജും, അതുപോലെ റോഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. എതിരെ വരുന്ന വാഹനങ്ങളുടെ ഒരു മിററിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് പോകുന്നത്. അതുകൊണ്ട് എതിരെ വരുന്നവർക്കും ഡിസ്റ്റർബൻസ് ഇല്ല ലോ ബീമിൽ. ഈ വാഹനം ഇവിടെ വരുന്ന സമയത്ത് തീരെ വെളിച്ചമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇത്രയധികം നമുക്ക് ലൈറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ വാഹനങ്ങളുടെ ലൈറ്റുകൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചേഞ്ചും കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഹേർട്ട് ചെയ്യുന്നില്ല. ഓൺകമ്മിങ് ട്രാഫിക്കിലുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ വേണം നമ്മുടെ ഇതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും അലൈൻമെൻറ്റും കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിവിടെ ഡെലിവറി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുന്നതെല്ലാം ഹൈ ബീമാണ്. ഹൈ ബീമിൽ ഡെഫിനറ്റ്ലി എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഈ വാഹനത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ ടെമ്പറേച്ചറുകൾ ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്യുവർ വൈറ്റ് അല്ല, ഒരു 6000 കെൽവിൻ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒരു 4300 കെൽവിൻ. അതായത് ചെറിയൊരു മഞ്ഞ ഷെയ്ഡുള്ള ബൾബുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ലോ ബീമിൽ ഉപയോഗിച്ചിരിക്കുന്ന BiLED ആണെങ്കിലും ഒരു 5000 കെൽവിനാണ് നമുക്കിതിൻ്റെ കളർ ടെമ്പറേച്ചർ കിട്ടുന്നത്. അതുപോലെ തന്നെ ഹൈ ബീമിലുള്ള LED ആണെന്നുണ്ടെങ്കിൽ 4200. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് നമ്മൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും റോഡിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ആ റോഡ് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എതിരെ വരുന്നവർക്ക് ഒട്ടും ഒരു ഡിസ്കംഫർട്ട് വരാത്ത രീതിയിൽ തന്നെ നമുക്കിതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു AFS ഫംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിനെ നോർമൽ 0-ലിട്ട് ഡ്രൈവ് ചെയ്യാം. പുറകിൽ പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ലഗേജോ ഉള്ള സമയത്ത് നമുക്ക് ഇതിനെ 1-ലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഇതിൻ്റെ ലെവൽ കട്ട് ഓഫ് എതിരെ വരുന്നവരെ ഹേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ ഉണ്ട്, അത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നോർമലി ചെറിയ വെളിച്ചമുള്ള സമയത്ത് ഒരു പ്രശ്നമല്ലെങ്കിൽ പോലും നമ്മൾ ലൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഇമ്പ്രൂവ് ചെയ്യുന്ന ലൈറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ചേഞ്ച് വരുത്തുന്ന വാഹനങ്ങളും ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വാഹനത്തിൻ്റെ അപ്ഗ്രേഡ് വിശേഷങ്ങൾ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഒരു പുതിയ വാഹനവും അതിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.